ഒന്ന് ആലോചിച്ചു നോക്കിയേ, സ്റ്റീലിനേക്കാൾ 100 മടങ്ങ് ശക്തി, പക്ഷേ ഭാരം അതിന്റെ 1/6 മാത്രം. അങ്ങനെ ഒരു മെറ്റീരിയൽ സത്യത്തിലുണ്ടെങ്കിലോ? ഉണ്ട്. അതാണ് കാർബൺ നാനോ ട്യൂബുകൾ. നമ്മുടെ ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഈ കുഞ്ഞൻ സ്ട്രക്ചറുകളെക്കുറിച്ചാണ് നമ്മളിന്ന് വിശദമായി നോക്കാൻ പോകുന്നത്. കാർബൺ നാനോ ട്യൂബുകളെപ്പറ്റി അറിയണമെങ്കിൽ നമ്മൾ ആദ്യം അതിന്റെ ബേസ് എന്താണെന്ന് നോക്കണം. അതാണ് ഗ്രാഫീൻ. ഈ കാണുന്നതുപോലെ കാർബൺ ആറ്റങ്ങൾ ഒരു തേനീച്ചക്കൂടിന്റെ ഷേപ്പിൽ ഒരൊറ്റ ലെയറായിട്ട് വെച്ചിരിക്കുന്ന ഒരു ഷീറ്റാണിത്. ലോകത്തിലെ ഏറ്റവും കനം കുറഞ്ഞതും എന്നാൽ ഏറ്റവും ശക്തമായ വസ്തുക്കളിൽ ഒന്ന്. ഇനി ആ ഗ്രാഫീൻ ഷീറ്റ് ഒരു പേപ്പർ പോലെ അങ്ങ് ചുരുട്ടിയെടുത്താലോ? അങ്ങനെ ചുരുട്ടി ഒരു കുഴൽ പോലെയാക്കുമ്പോഴാണ് നമ്മുടെ കാർബൺ നാനോ ട്യൂബ് ഉണ്ടാകുന്നത്. സിമ്പിൾ ഐഡിയ അല്ലേ? പക്ഷേ ഇതിന്റെ റിസൾട്ട്സ് അവിശ്വസനീയമാണ്. അപ്പോ ഈ ചുരുട്ടിയെടുത്ത അത്ഭുതം അതെന്താണെന്ന് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതിന്റെ ഘടനയിലേക്ക് ഒന്നുകൂടി ആഴത്തിലിറങ്ങിച്ചെല്ലാം. സിമ്പിളായി പറഞ്ഞാൽ, കാർബൺ നാനോ ട്യൂബ് എന്ന് പറയുന്നത് ഗ്രാഫീൻ ഷീറ്റ് കൊണ്ടുണ്ടാക്കിയ പൊള്ളയായ ഒരു കുഴലാണ്. കാർബണിന്റെ ഒരു പുതിയ രൂപം എന്ന് തന്നെ പറയാം. ഇതിന്റെ രണ്ടറ്റവും ചിലപ്പോൾ ബക്കിബോൾ എന്ന് പറയുന്ന വേറൊരു തരം കാർബൺ സ്ട്രക്ചർ വെച്ച് അടച്ചിട്ടുണ്ടാകും. പക്ഷേ എല്ലാ നാനോ ട്യൂബുകളും ഒരേപോലെയാണോ? ഒരിക്കലുമല്ല. ഉണ്ടാക്കുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ പോലും വലിയ മാറ്റങ്ങളുണ്ടാക്കും. അപ്പോ അതെങ്ങനെയൊക്കെയാണ് തരംതിരിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മെയിനായിട്ട് 2 തരം നാനോ ട്യൂബുകളുണ്ട്. ഒന്ന് സിംഗിൾ വാൾഡ്, പേരുപോലെ തന്നെ ഒരൊറ്റ ഗ്രാഫീൻ ഷീറ്റ് ചുരുട്ടി ഉണ്ടാക്കിയത്. രണ്ടാമത്തേത് മൾട്ടി വാൾഡ്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്നിനകത്ത് ഒന്നായി കുറേ കുഴലുകൾ വെച്ചതുപോലെ. ഒരു റഷ്യൻ പാവയില്ലേ, അതുപോലെ. ഈ ചിത്രങ്ങളിലേക്കൊന്ന് നോക്കിക്കേ. ഇടതുവശത്ത് കാണുന്നത് ഒരൊറ്റ ലെയറുള്ള സിംഗിൾ വാൾഡ്, വലതുവശത്ത് ഒരുള്ളി മുറിച്ചാൽ കാണുന്ന പോലെയോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ റഷ്യൻ പാവ പോലെയോ കുറേ ലെയറുകളുള്ള മൾട്ടി വാൾഡ്. ഈ വ്യത്യാസം വെറുതെയല്ല, അവയുടെ സ്വഭാവത്തെയും ഇത് കാര്യമായിട്ട് ബാധിക്കും. പക്ഷെ കഥ ഇവിടെ തീരുന്നില്ല. ഈ ലെയറുകളുടെ എണ്ണത്തിൽ മാത്രമല്ല കാര്യം. ആ ഗ്രാഫീൻ ഷീറ്റ് എങ്ങനെയാണ് ചുരുട്ടുന്നത് എന്നതിലാണ് യഥാർത്ഥ രഹസ്യം കിടക്കുന്നത്. ആ ചുരുട്ടുന്ന ആംഗിളിൽ വരുന്ന ഒരു ചെറിയ മാറ്റം മതി നാനോ ട്യൂബിന്റെ സ്വഭാവം മൊത്തത്തിൽ മാറാൻ. അതെങ്ങനെയാണെന്ന് നോക്കാമല്ലേ? നമ്മൾ ആ ഷീറ്റ് ചുരുട്ടുന്ന ആംഗിൾ അനുസരിച്ച് 3 ടൈപ്പ് നാനോ ട്യൂബുകളാണ് കിട്ടുക. അതിലെ ആ ഹെക്സഗൺ പാറ്റേൺ നേരെയാണെങ്കിൽ അതിനെ ആംചെയർ എന്ന് പറയും. ഇനി അതൊരു സിക്സാഗ് രൂപത്തിലാണെങ്കിലോ അതിന് സിക്സാഗ് എന്ന് വിളിക്കും. ഇനി ഇതൊന്നുമല്ലാതെ ഒരു പ്രത്യേക ആംഗിളില് ഒരു പിരിയൻ ഗോവണി പോലെയാണ് ചുരുട്ടുന്നെങ്കിലോ അതിനെ ഖൈറൽ എന്നും പറയും. ഇനിയാണ് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആകാൻ പോകുന്നത്. ഈ ചുരുട്ടുന്ന രീതിയിലുള്ള ഒരു കുഞ്ഞൻ മാറ്റം കൊണ്ട് മാത്രം ഒരു നാനോ ട്യൂബ് ഒന്നുകിൽ വൈദ്യുതി നന്നായി കടത്തിവിടുന്ന ഒരു മെറ്റൽ വയർ പോലെയോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ചിപ്പ് പോലെ, അതായത് ഒരു സെമി കണ്ടക്ടറായോ പ്രവർത്തിക്കും. ഒന്നാലോചിച്ചു നോക്കൂ, ഒരേ സാധനം പക്ഷെ സ്വഭാവം 2. അപ്പോ എന്തുകൊണ്ടാണ് ഈ കുഞ്ഞൻ സ്ട്രക്ചറുകൾക്ക് ശാസ്ത്രലോകത്ത് ഇത്രയധികം ഹൈപ്പ് കിട്ടുന്നത്? കാരണം അതിന്റെ ചില സൂപ്പർ ഹ്യൂമൻ പ്രോപ്പർട്ടീസ് തന്നെയാണ്. നമുക്കതൊന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കതിന്റെ ശക്തിയെപ്പറ്റി പറയാം. ഇത് വെറും ബലമല്ല, ഉരുക്കിനേക്കാൾ 100 മടങ്ങു വരെ ശക്തമാണ് ഈ നാനോ സൈസിലുള്ള ട്യൂബുകൾ. 100 മടങ്ങ്. അത്രയും ശക്തിയുണ്ടായിട്ടും ഭാരത്തിന്റെ കാര്യം വരുമ്പോഴോ വിശ്വസിക്കാൻ പറ്റില്ല. ഉരുക്കിന്റെ 1/6 ഭാരം മാത്രം. അപ്പോ അത്രയും ശക്തിയും എന്നാൽ തൂവൽ പോലെ ഭാരവും. ഇതൊരു ഭയങ്കര കോമ്പിനേഷനല്ലേ? ഈ ടേബിളിലേക്കൊന്ന് നോക്കിയേ. ശക്തിയുടെ കാര്യത്തിൽ നാനോ ട്യൂബ് സ്റ്റീലിനേക്കാൾ എത്രയോ മുകളിലാണ്. ഡെൻസിറ്റി അഥവാ ഭാരം നോക്കിയാലോ സ്റ്റീലിനേക്കാൾ വളരെ കുറവ്. താപം കടത്തിവിടുന്ന കാര്യത്തിലാണെങ്കിൽ ഡയമണ്ടിനോട് പിടിച്ചു നിൽക്കും. പക്ഷേ ഏറ്റവും വലിയ ഗെയിം ചേഞ്ചർ അതിന്റെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടിയാണ്. അതിന് വേണമെങ്കിൽ ഒരു കണ്ടക്ടറാകാം, അല്ലെങ്കിൽ ഒരു സെമി കണ്ടക്ടറാകാം. സ്റ്റീലിനും ഡയമണ്ടിനും ഒന്നും ഈ കഴിവില്ല. ഓക്കെ, അപ്പം ഇത്രയും കിടിയൻ പ്രോപ്പർട്ടീസൊക്കെയുണ്ട്. പക്ഷേ ഇതുകൊണ്ട് നമുക്ക് സാധാരണക്കാർക്ക് എന്ത് ഗുണമാണുള്ളത്? നാളത്തെ ലോകം പണിയാൻ ഇവ എങ്ങനെയാണ് നമ്മളെ സഹായിക്കാൻ പോകുന്നതെന്ന് നോക്കാം. ഇതിന്റെ സാധ്യതകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പോകുന്ന ഒരു ഫീൽഡാണ് എയ്റോസ്പേസ്, അതായത് നമ്മുടെ വിമാനങ്ങളും റോക്കറ്റുകളുമൊക്കെ. സിമ്പിളാണ്, ഭാരം കുറച്ച് ശക്തി കൂട്ടുക. ഇതിലൂടെ വിമാനങ്ങൾക്കും സ്പേസ് ഷിപ്പുകൾക്കും കുറഞ്ഞ ഇന്ധനം ഉപയോഗിച്ച് കൂടുതൽ ദൂരം പോകാൻ പറ്റും. ബഹിരാകാശ യാത്രകളൊക്കെ ഒരുപാട് ചിലവ് കുറഞ്ഞതും എളുപ്പമുള്ളതുമായും മാറും. ആകാശത്തുനിന്ന് നേരെ നമ്മുടെ കയ്യിലുള്ള ഫോണിലേക്കും ലാപ്ടോപ്പിലേക്കും വരാം. ഇലക്ട്രോണിക്സ് രംഗത്ത് നാനോ ട്യൂബുകൾ ഒരു വിപ്ലവം തന്നെ കൊണ്ടുവരാൻ പോവുകയാണ്. അതിനൊരു കണ്ടക്ടറായും സെമി കണ്ടക്ടറായും പ്രവർത്തിക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ട്
ഇപ്പോഴത്തെ സിലിക്കൺ ചിപ്പുകളേക്കാൾ എത്രയോ ചെറുതും വേഗതയേറിയതുമായ പ്രൊസസ്സറുകൾ ഉണ്ടാക്കാൻ പറ്റും. അതിന്റെ അർത്ഥമെന്താ? കൂടുതൽ പവർഫുള്ളായ സ്മാർട്ട് ഫോണുകൾ, സൂപ്പർ ഫാസ്റ്റ് കമ്പ്യൂട്ടറുകൾ, അങ്ങനെ പോകുന്നു അതിന്റെ സാധ്യതകൾ. ശക്തിയുള്ള വാഹനങ്ങളും ഫാസ്റ്റ് കമ്പ്യൂട്ടറുകളും മാത്രം പോരല്ലോ, ഇതിനൊക്കെ പവർ വേണ്ടേ? അപ്പോ അവിടെയാണ് നാനോ ട്യൂബ്സിന്റെ അടുത്ത പ്രധാന റോൾ വരുന്നത്: എനർജി സ്റ്റോറേജ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ ഫോൺ വെറും മിനിറ്റുകൾ കൊണ്ട് ഫുൾ ചാർജ് ആകുന്നു. അല്ലെങ്കിൽ ഇലക്ട്രിക് കാറുകൾ ഒറ്റ ചാർജിൽ ആയിരക്കണക്കിന് കിലോമീറ്റർ ഓടുന്നു. ഇതൊക്കെ വെറും സ്വപ്നമല്ല. നാനോ ട്യൂബുകൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന സൂപ്പർ ബാറ്ററികൾക്ക് ഇത് സാധ്യമാക്കാൻ കഴിയും. അപ്പോ എയ്റോസ്പേസ് മുതൽ എനർജി വരെ കാർബൺ നാനോ ട്യൂബുകൾ ശരിക്കും നമ്മുടെ ഭാവിയുടെ ബിൽഡിംഗ് ബ്ലോക്സുകളാണ്. സാധ്യതകൾക്ക് ഒരു പരിധിയുമില്ല. പക്ഷെ ശരിക്കുള്ള ചോദ്യം ഇതാണ്: മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ ഒരു അത്ഭുത വസ്തുവിനെ നമ്മൾ എങ്ങനെയായിരിക്കും ആദ്യം ഉപയോഗിക്കാൻ പോകുന്നത്? ഒന്ന് ആലോചിച്ചു നോക്കൂ.